ഹലോ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം, വണക്കം. അപ്പോൾ ഇന്നും വീണ്ടും പതിപോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ ഞാൻ വന്നിരിക്കുകയാണ്. അപ്ഡേറ്റുകളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് അതുപോലെ പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട്. അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുണ്ടായാലേ ഈ ചാനലും കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റിലോട്ട് പോകാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ധനുഷ് മൂവിയെക്കുറിച്ചാണ്. ധനുഷിൻ്റെ ഒരു പുതിയ പടം വരാൻ പോകുന്നു. ധനുഷിൻ്റെ തന്നെ 50ാമത്തെ ചിത്രം. ധനുഷ് തന്നെയാണ് ചിത്രം സംവിധാനവും ചെയ്യുന്നത്. സൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആണ് ഇതിൻ്റെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് തങ്കമണി, നമ്മുടെ ദിലീപേട്ടൻ നായകനായിട്ടുള്ള പുതിയ ചിത്രമാണ് തങ്കമണി. അതിൻ്റെ റിലീസിങ് ഡേറ്റ് ഒന്നും ആയിട്ടില്ല. ഈ ജനുവരിയിൽ കാണുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2024 ജനുവരിയിൽ ഈ ചിത്രം റിലീസ് ചെയ്യാൻ പ്ലാനിംഗ് ഉണ്ട്. രതീഷ് രഘുനന്ദനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. എൻ്റെ ടീസറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു. അതുപോലെ അതിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും നല്ലൊരു പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ചിത്രം ജനുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്നു. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സൂര്യയും നമ്മുടെ വെട്രിമാരൻ അദ്ദേഹവും ഒന്നിക്കുന്ന ഒരു പുതിയ ചിത്രമായിരുന്നല്ലോ വാടിവാസൽ. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ വെട്രിമാരൻ സംവിധാനം ചെയ്തിരിക്കുന്ന വിടുതലൈ പാർട്ട് 2 അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഭാഗമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൂ. അത് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വാടിവാസലിൻ്റെ ചിത്രീകരണമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇതാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ അടുത്ത സമയത്ത് നമ്മുടെ നരേൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയാറുണ്ടായി, ലോകേഷ് ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാൻ പോകുന്നു. ആ ഷോർട്ട് ഫിലിം എൽസ്യുവിൻ്റെ തുടക്കകാലത്തെക്കുറിച്ചുള്ള, അതിൻ്റെ തുടക്കം എങ്ങനെയാണോ അതാണ് എൻ്റെ ഷോർട്ട് ഫിലിം. ഒരു 30-40 മിനിറ്റ് വരുന്ന ഒരു ഷോർട്ട് ഫിലിം. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഷോർട്ട് ഫിലിം സ്ട്രീമിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലീസ് ആവുന്നത്. നെറ്റ്ഫ്ലിക്സ് ഈ ഷോർട്ട് ഫിലിം തന്നെ ഒരു 3 കോടി 4 കോടിക്കൊക്കെ ആയിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. എന്തായാലും എൽസ്യുവിൻ്റെ തുടക്കം എങ്ങനായിരുന്നു എന്ന് നമുക്ക് ഈ ഷോർട്ട് ഫിലിമിലൂടെ കാണാൻ പറ്റും. നരേൻ ഇതിനകത്തൊരു പ്രധാന കഥാപാത്രമായിട്ട്, നരേനാണല്ലോ എൽസ്യുയുടെ ഒരു പ്രധാന കഥാപാത്രം. നരേനും ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിൽ കാണുന്നതായിരിക്കും. എന്തായാലും എൽസ്യുവിൻ്റെ തുടക്കം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ഷൂട്ടിംഗ് തുടങ്ങും, എപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ദിലീപേട്ടൻ്റെ 149 എന്ന ചുമ്മാ പേരിട്ടിരിക്കുന്ന വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമുണ്ട്. എൻ്റെ ഒരു മാർച്ചിലൊക്കെ എൻ്റെ പൂജയും ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചതാണ്. പിന്നെ അതിനുശേഷം ഒരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്നുണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല, കഴിഞ്ഞു വരുന്നുണ്ട്. ഇതിന് ചിത്രം ഏപ്രിൽ 25-നോ 26-നോ റിലീസ് ചെയ്യാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ വേറെ അപ്ഡേറ്റൊന്നും വന്നിട്ടില്ല. എൻ്റെ പേര് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ലുക്ക് വന്നിട്ടില്ല. ഈ സിനിമ ഇങ്ങനെ ഷൂട്ടിംഗ് പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാർച്ചിലായിരുന്നു. ഷൂട്ടിംഗ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപിയുടെ 257ാമത്തെ ചിത്രത്തിൻ്റെ പൂജയൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. സനൽ വി ദേവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, നമ്മുടെ ഗൗതം വാസുദേവനൊക്കെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അപ്പം ഈ ചിത്രത്തിൻ്റെ പൂജ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡിസംബർ 18-ന് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ വരട്ടെ. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക, ഡിനോ ഡെന്നിസ് സംവിധാനം തിരക്കഥയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റൈലിഷ് മമ്മൂക്ക പടം. ഈ ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്, ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. ഫെബ്രുവരിയിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടീസറും ട്രെയിലറും ഒക്കെ ഈ ജനുവരി ഒക്കെയോടുകൂടി വരും. എന്തായാലും കുറേ ട്രെയിലറും ടീസറും ഒക്കെ ജനുവരി 1-ന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ പറയുന്നതായിരിക്കും. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സലാർ, ഈ ഡിസംബർ 22-ന് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന KGF 1-ഉം 2-ന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന, അതൊക്കെ അറിയാവുന്നതാണ്. അപ്പം പറഞ്ഞു വന്നൊന്നുമല്ല. അതിൻ്റെ ബുക്കിംഗ്, കേരളത്തിലെ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 6:49 PM സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക. ഒരുപാട് ഇന്ന് തന്നെ ബുക്ക് ചെയ്താൽ കിട്ടും. 2-3 ദിവസം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫസ്റ്റ് ഡേ എല്ലാം ബുക്കായി പോകും. അതുപോലത്തെ കളക്ഷൻ ആയിരിക്കും. കാരണം പ്രശാന്ത് നീൽ, പിന്നെ പ്രവാസ്, പിന്നെ നമ്മുടെ പൃഥ്വിരാജ്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ് എല്ലാവർക്കും. ടിക്കറ്റ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. പിന്നെ ഒരു OTT-യിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ശേഷം മൈക്കിൾ ഫാത്തിമ, കല്യാണി പ്രിയദർശൻ്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ്. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി കാണുക. നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടിയൊരു പടമായിരുന്നു. ഞാൻ കണ്ടില്ല, പക്ഷേ
ചിത്രം വൻ പരാജയമായിരുന്നു. അപ്പം നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. ഓക്കെ, ബൈ.